നമുക്ക് ഇതുപോലെ സ്ട്രെച്ച് ഒക്കെ വരുന്ന പാൻറ്റിന്റെ ഒക്കെ ബോട്ടം ഭാഗം, അതായത് നമ്മുടെ പാൻറ്റിന്റെ ലെങ്ത് നമ്മൾ കുറച്ചെടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ലൈക്ര തുണികളൊക്കെ വരുന്ന തുണികളിലൊക്കെ ലെങ്ത് കുറച്ചെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു അളവ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 കാല് നമ്മൾ കൂടെ വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി നേരെ 2 കാലും ഒരുപോലെ കൂട്ടി വെച്ച് കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 കാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ആ ഒരു മാർക്കില്ലേ, നമ്മുടെ ആദ്യം നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ നേരെ പകുതിയായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കൃത്യമായി മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി കൊടുത്തില്ലെങ്കിൽ നിങ്ങളത് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിഞ്ഞ് ക്രോസിലൊക്കെ വന്ന് പുളഞ്ഞു നിൽക്കുന്ന രീതിയിൽ വൃത്തിയില്ലാത്ത രീതിയിലാകും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ എല്ലാ സ്ഥലത്തും എങ്ങനെയാണോ ആദ്യം മടക്കി കൊടുത്തത് ആ ഒരു രീതിയിൽ കറക്റ്റ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ വീതിയിൽ തന്നെ നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയും വേണം. വീതി ഏറിയും കുറഞ്ഞും തയ്ച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ നേരെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചില പാൻറ്റിലൊക്കെ ബോട്ടം ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് കാണാം അല്ലേ, നമ്മൾ 2 സ്റ്റിച്ച് കാണാറുണ്ട്. ആ ഒരു രീതിയിൽ നമുക്കൊരു പ്രഷർ വുഡിന്റെ വീതിയിൽ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി വീണ്ടും കൊടുക്കുകയാണ്. ഇതുപോലെ റൗണ്ടിൽ അത് നിങ്ങൾ വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, നേരെ നേരെ മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ച് നമ്മളിവിടെ കൊടുത്തു കേട്ടോ. നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിവിടെ ബോട്ടം ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതായിട്ട് മനസ്സിലാവുക പോലുമില്ല, നല്ല ഫിനിഷിങ്ങിലോട് കൂടി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ കാലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.